കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിൽ എത്ര നന്മകളാണ് ചെയ്യുന്നത്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും ഒരിക്കലും നശിച്ചു പോകുകയില്ല. ദൈവവചനം വാഗ്ദത്തം ചെയ്യുന്നത് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നത്രേ. യേശുവിൽ നോക്കിയാൽ, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ആ മുഖത്തെ പ്രകാശം നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കും. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ ലോകത്തെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിപ്പാനും നിത്യജീവിതം ഏറ്റവും അനുഗ്രഹമായ വളരെ സന്തോഷകരമായ സ്വർഗീയ ജീവിതം നമുക്ക് വാഗ്ദത്തം ചെയ്യുവാനുമാണ് യേശു കർത്താവ് ഈ ലോകത്ത് വന്നത്. അതുകൊണ്ട് തന്നെ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും ദുഃഖിച്ച് നശിച്ച് തകർന്നു പോകുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. അതുകൊണ്ട് യേശുവിൽ ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിക്കാം, യേശുവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ലോകത്തെ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമാകും. അതുകൂടാതെ നിത്യജീവനെക്കുറിച്ചുള്ള നല്ല ഉറപ്പും നമുക്ക് ലഭിക്കും. ഇന്ന് വളരെ മനോഹരമായ ഒരു കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ളൊരു സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. നമുക്ക് ഈ സന്ദേശം കേൾക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. Nothing contrary to the word of God can happen in my life. ദൈവവചനത്തിന് വിപരീതമായി യാതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. How many of you believe that? നിങ്ങളിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? Confident of this very thing, that he who begun a new good work in you will complete it until the day of the Lord. ഫിലിപ്പി ലേഖനം 1:4 നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. തികയ്ക്കും. Hallelujah. Hallelujah. He who began it will complete it. തുടങ്ങി വെച്ചവൻ അത് അവസാനിപ്പിക്കുകയും തികയ്ക്കുകയും ചെയ്യും. And all of this is by the grace of God. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാലത്രേ. Which means it is not my effort, but he is working inside of me. അതിന്റെ അർത്ഥം എൻ്റെ അധ്വാനം കൊണ്ടല്ല, എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവൻ അവൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ. That is why the word says that he is giving me the desire and also working inside of me. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും അവനല്ലേ തിരുവുള്ളമുണ്ടായി നമ്മിൽ പ്രവർത്തിക്കുന്നത്. ആ ഭാഗമാ കുറച്ചുകൂടെ പറയണ്ടേ. അവനല്ലോ തിരുവുള്ളമുണ്ടായി അവനല്ലോ നമ്മിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന് പറഞ്ഞ എന്റെ ഉള്ളിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഉറങ്ങിയാലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. It is God who gives the desire and is working in me to make that desire fulfill. എന്റെ ഉള്ളിൽ ആഗ്രഹം ഇച്ഛ തന്നവൻ എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ? ആ ഇച്ഛയെ പൂർണ്ണമാക്കുവാൻ. This is the gospel of grace. ഇതാണ് കൃപയുടെ സുവിശേഷം. Which means I am now called into a kingdom. I am kept by a kingdom. I am reserved in the kingdom and I am going to be taken back for an eternal kingdom. ഞാൻ അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ ഒരു രാജ്യത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്നു, അവിടെ എന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഒരു നിത്യമായ രാജ്യത്തിന് വേണ്ടി അവൻ എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. Hallelujah. Hallelujah. You should not lose sight of everlasting life. ആ നിത്യജീവനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. We are not here forever. നാം എന്നേക്കും ഇവിടെ ജീവിക്കുവാൻ ഈ ഭൂമിയിൽ അയക്കപ്പെട്ടവരല്ല. A day is going to come. നാം ഒരു ദിവസം വരാൻ പോകുകയാണ്. Where we have to see him face to face. നാം അവനെ മുഖാമുഖമായി കാണുന്ന ഒരു നാൾ വരാൻ പോകുന്നു. Hallelujah. Hallelujah. If you truly believe Jesus is alive, യേശു കർത്താവ് ജീവിക്കുന്നുവെന്ന് വാസ്തവമായി നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, you will realize that we have to stand before him. നാം അവന്റെ മുമ്പിൽ ഒരു നാൾ നിൽക്കുമെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയും. And that is why we are being perfected in the love of Christ. അതുകൊണ്ടത്രേ
നാം അവന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ തികയ്ക്കുന്നത്. That every day we are desiring to see him. ഓരോ ദിവസവും നാം അവനെ കാണുവാൻ അതിവാഞ്ചയോടെ കാത്തിരിക്കുന്നു. Those who really love Jesus, യേശുവിനെ വാസ്തവമായി സ്നേഹിക്കുന്നവർ, the greatest groaning in their heart is to see him. അവരുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ഞരക്കം അവനെ ഒന്ന് കാണുവാൻ വേണ്ടി അത്രേ. But that does not make us lazy. അതിന്റെ അർത്ഥം നാം മടിയന്മാരായി തീരുമെന്നല്ല. In the given life on this earth, ഈ ഭൂമിയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൽ we are more than conquerors. നാം ജയാളിയേക്കാൾ ജയാളിയായി മാറുന്നു. Because we know he loves us. കാരണം നമുക്കറിയാം അവൻ എന്നെ സ്നേഹിക്കുന്നു. We become conquerors out of his love. അവന്റെ സ്നേഹത്താൽ അത്രേ നമ്മൾ ജയാളികളായി തീരുന്നത്. Our confidence is his love. നമ്മുടെ ഉറപ്പ് അവന്റെ സ്നേഹത്തിലത്രേ. We trust his love. നാം അവന്റെ സ്നേഹത്തിൽ ആശ്രയിക്കുന്നു. When we say we cannot be failures in Christ Jesus, ക്രിസ്തു യേശുവിൽ ഞാൻ പരാജയമാവില്ല എന്ന് നമ്മൾ പറയുമ്പോൾ it is because we have understood his love. അവന്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് അത്രേ അങ്ങനെ പറയുന്നത്. His love that he gave his life for us. അവൻ തന്റെ ജീവനെ നൽകുവാൻ തക്കവണ്ണം അവൻ നമ്മെ സ്നേഹിച്ചു. If he gave his life because he loved us, അവൻ നമ്മെ സ്നേഹിച്ചത് മൂലം തന്റെ ജീവനെ തന്നുവെങ്കിൽ he can do everything for us. അവൻ മറ്റെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരുമല്ലോ. Hallelujah. 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 And that is why the gospel is called the good news. അതുകൊണ്ടത്രേ സുവിശേഷത്തെ സദ്വർത്തമാനം എന്ന് വിളിച്ചു പറയുന്നത്. The good news is I don't have to do anything anymore. സദ്വർത്തമാനം എന്നാൽ ഞാൻ ഇനി എനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. He began it, he will complete it. അവൻ തുടങ്ങി വെച്ചു, അവൻ അതിനെ തികയ്ക്കും. I just have to be walking in his word. ഞാൻ അവന്റെ വചനത്തെ അനുസരിച്ച് അതിൽ ആശ്രയിച്ചു നടന്നാൽ മാത്രം മതി. And for that I have a helper. അതിനുവേണ്ടി എനിക്കൊരു സഹായകനെയും ഒരു കാര്യസ്ഥനെയും അവൻ തന്നിരിക്കുന്നു. The Holy Spirit. പരിശുദ്ധാത്മാവ്. That he will make me walk according to his worthiness, according to his glory every day. അവന്റെ യോഗ്യതയ്ക്കൊത്തവണ്ണം അവന്റെ തേജസ്സിനൊത്തവണ്ണം നമ്മെ നടക്കുവാൻ അവൻ പ്രാപ്തനാക്കുന്നു. What a wonderful Jesus. ഓ എത്ര മനോഹരനായ യേശു. That is why the Bible says, അതുകൊണ്ടത്രേ വേദപുസ്തകം പറയുന്നു, one word which I love about the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വചനം. John 16:7. യോഹന്നാൻ 16:7 വായിക്കാം. Hallelujah. Hallelujah. Oh, that is a wonderful word. അതൊരു മനോഹര വചനമത്രേ. That itself is a rhema. അത് തന്നെ ഒരു റീമയാണ്. Hallelujah. Hallelujah. John 16. യോഹന്നാൻ 16. And then Jesus is saying in verse 7. അതിന്റെ 7ാമത്തെ വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു. I don't know what is written in Malayalam, but in English the Bible says, മലയാളത്തിൽ എന്താ എഴുതിയിരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല, എന്നാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, nevertheless I go for your advantage. ഞാൻ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകേണ്ടതിന് പോകുന്നു. Hallelujah. Hallelujah. എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്ന് എത്ര എണ്ണ ഒരച്ചിലൂടെ പോയാലും അവസാനം പ്രൈസ് കിട്ടുന്നത് നമുക്ക് മാത്രമാണ്. ഉയർച്ച പ്രാപിക്കുക തന്നെ ചെയ്യും, താഴ്ച പ്രാപിക്കത്തില്ല. He said it is your advantage. ഇത് നിങ്ങളുടെ അഡ്വാൻറ്റേജ് ആണെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. Hallelujah. Hallelujah. I go for your advantage. ഞാൻ നിങ്ങളുടെ അഡ്വാൻറ്റേജിനായിട്ട് മുമ്പോട്ട് പോയിരിക്കുന്നു. എന്നെ അഡ്വാൻറ്റേജ് ഞാൻ പറയാം. നമ്പർ 1, ഭൂമിയിൽ പരിശുദ്ധാത്മാവ് യേശുവിന്റെ പകരമായി കാര്യസ്ഥനായി നടക്കുക. ഭൂമിയിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു നമുക്ക് വേണ്ടി ഇരിക്കുക. ഹല്ലേലൂയ. ഇതിനേക്കാളും സമ്പന്നത വേറെ വല്ലതും ഉണ്ടോ? ഇവിടെയും തകരത്തില്ല, അവിടെ be excited about the gospel. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഉത്സാഹമുള്ളവരാണ്. Be excited about Jesus Christ. യേശുവിനെക്കുറിച്ച് ഉത്സാഹഭരിതരാകുവീൻ. Hallelujah. Hallelujah. When you become excited, Jesus starts to dance in heaven. നിങ്ങൾക്ക് ഉത്സാഹം വരുമ്പോൾ യേശു സ്വർഗ്ഗത്തിൽ നൃത്തം ചെയ്യുവാൻ തുടങ്ങും. Okay, റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. Romans chapter 1. റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. For I am not ashamed of the gospel of Christ, for it is the power of God unto salvation for everyone who believes, for the Jews first and also for the Greek. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. For in it the righteousness of God is revealed from faith to faith, as it is written, the just shall live by faith. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കണ്ടും വെളിപ്പെടുന്നു. The Bible says that the gospel is a good news. വേദപുസ്തകം പറയുന്നു സുവിശേഷം എന്നാൽ
അതൊരു നല്ല വർത്തമാനമത്രേ. It is a good news ഇതൊരു സദ്വർത്തമാനമാണ്. because the righteousness of God is revealed. കാരണം ദൈവത്തിന്റെ നീതി അവിടെ വെളിപ്പെട്ടു വരുന്നു. Many a times we fail to understand, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. and it is a trick of the devil, ഇത് പിശാചിന്റെ ഒരു തന്ത്രം കൂടിയാണ്. that we are imperfect. നാം തികവുള്ളവരല്ല, പൂർണ്ണതയുള്ളവരല്ല എന്നുള്ളത്. And that is why we cannot access anything of God. അതുകൊണ്ട് ദൈവത്തിന്റെ സകലത്തിലേക്കും എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വരും. He can be blessed, she can be blessed, but I cannot be blessed. അവര് അനുഗ്രഹിക്കപ്പെടുന്നു, ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നു, പക്ഷെ എനിക്ക് മാത്രം അനുഗ്രഹമില്ല. Because I am not as perfect as him. കാരണം ഞാൻ അവരെ പോലെ ഒന്നും തികഞ്ഞവരല്ല, നല്ലവനല്ല. Let me tell you very clearly വളരെ വ്യക്തമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. that the gospel is a good news. സുവിശേഷം എന്നതൊരു നല്ല വർത്തമാനമാണ്. It is because the righteousness of God is revealed to me, that I am righteous not because of my work or my life. The righteousness is imputed on me through Jesus Christ. ആ ദൈവത്തിന്റെ നീതി അത് നമ്മിൽ കൂടെ വെളിപ്പെട്ട് വരികയാണ്. അത് എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ എൻ്റെ ജീവിത വിശുദ്ധി കൊണ്ടോ അല്ല, മറിച്ച് ദൈവത്തിന്റെ നീതി എന്നിൽ ആക്കപ്പെട്ടിരിക്കുന്നു. It has been given upon us. അത് നമ്മുടെ മേൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. Suppose I am wearing a shirt with all stains over it. ഞാനിപ്പോൾ കറ പിടിച്ച ഒരു വസ്ത്രം, ഒരു ഉടുപ്പിട്ടിരിക്കുകയാണെന്ന് The വിചാരിക്കുക. Bible says God is saying all your good works is just stains on your body. വേദപുസ്തകം പറയാ നിന്റെ നല്ല പ്രവർത്തികളൊക്കെയും കറ പുരണ്ട ഒരു തുണി പോലെ മാത്രമാണ്. Because when God sees, he can see a lot of problems. കാരണം ദൈവം നോക്കുമ്പോൾ ഒരുപാട് കുഴപ്പങ്ങളും കുറവുകളും ദൈവത്തിന് നമ്മിൽ കാണുവാൻ കഴിയും. But what did he do? എന്നാൽ താൻ എന്താ ചെയ്തത്? He gave us a robe, his robe of righteousness, so this cannot be seen. ആ ദൈവം നമുക്ക് തന്റെ നീതി വസ്ത്രം നമ്മെ ധരിപ്പിച്ചു. അങ്ങനെ നമ്മുടെ പഴയ വസ്ത്രത്തിന്റെ കറകൾ ആരും കാണുന്നില്ല. And through this ഈ righteousness, നീതി വസ്ത്രത്തിലൂടെ, that is the good news, അതത്രേ സുവിശേഷം. which means I am declared righteous. ഞാൻ നീതിമാനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. I have become a child of God, ഞാൻ ദൈവത്തിന്റെ പൈതലായി മാറ്റപ്പെട്ടു. co-heir with Christ. ക്രിസ്തുവിനോട് കൂട്ടവകാശിയാക്കപ്പെട്ടു. Meaning to say അതിന്റെ അർത്ഥം ഇതാണ്, that all the blessing of God, ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും, all the asset of God ദൈവത്തിന്റെ സകല വസ്തുക്കളും is today mine because of Jesus Christ. അത് മുഴുവൻ യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സ്വന്തം. Today I live by faith. ഞാൻ ഇന്ന് വിശ്വാസത്താൽ ജീവിക്കുന്നു. Today I live because the word says so. ദൈവവചനം അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ ജീവിക്കുന്നു. Whatever is the challenge, വെല്ലുവിളികൾ എന്തു തന്നെയായാലും I won't look at the challenge. ഞാൻ ആ വെല്ലുവിളികളെ നോക്കത്തില്ല. I will look at what God has to speak into this situation. ഈ സാഹചര്യത്തിലേക്ക് ദൈവം എന്തു പറയുന്നു എന്ന് മാത്രം ഞാൻ നോക്കും. I might not have money. എന്റെ കയ്യിൽ പണമില്ലായിരിക്കാം. Might be I need urgent money. എനിക്ക് പെട്ടെന്ന് പണം അത്യാവശ്യമായിട്ട് വേണമായിരിക്കാം. Big problem. വലിയ വിഷയം. Might be people will say this is going to lead you into big trouble. നിന്നെ ഈ വലിയ വിഷയത്തിലേക്ക് ഇത് ഈ കാര്യം നിന്നെ നയിക്കുമെന്ന് ലോകം പറയുമായിരിക്കും. But I will trust in that word. എന്നാൽ ഞാൻ ആ വചനത്തിൽ ആശ്രയിക്കും. My God will supply all my need according to his riches and glory. എന്റെ ദൈവമായ എന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന വചനത്തിൽ ഞാൻ ആശ്രയിക്കും. That is because I am now righteous. കാരണം ഞാൻ ഇപ്പോൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. That is why the devil always tricks you by showing circumstance and saying you do something about it. അതുകൊണ്ടാണ് പലപ്പോഴും സാഹചര്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കാട്ടിക്കൊണ്ട് നീ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നീ തകർന്നു പോകുമെന്ന് പിശാച് നിന്നെ ഓർമ്മിപ്പിക്കുന്നത്. So that our trust on God is taken away and we trust on man. അങ്ങനെ നമ്മൾ ദൈവത്തിലുള്ള ആശ്രയം മാറ്റി മനുഷ്യനിൽ ആശ്രയിക്കാൻ ഇടയാകും. And man always will fail you. മനുഷ്യൻ എപ്പോഴും നിങ്ങളെ തോൽപ്പിച്ചു കളയും. That is why when Jesus was on this earth, അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ the devil came to him and said, പിശാച് അവന്റെ അരികിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, take this stone and make it into bread. ഈ കല്ലുകളെ അപ്പമാക്കി തീർക്കാം. The reply of Jesus, യേശുവിന്റെ മറുപടി man ഇങ്ങനെയായിരുന്നു, shall not live by bread alone, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, but by every word that has proceeded out of the mouth of the Father. പിതാവിന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വചനങ്ങൾ കൊണ്ടത്ര ജീവിക്കുന്നത്. He did not say you should not eat bread. നിങ്ങൾ അപ്പം
അപ്പം തിന്നരുതെന്ന് യേശു He പറഞ്ഞില്ല. said, man shall not live by bread alone. അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നതെന്ന് The യേശു പറഞ്ഞു. source of his power, the source of his hope is the word that has proceeded out of the mouth of the Father. തന്റെ ശക്തിയുടെയും തന്റെ പ്രത്യാശയുടെ ഉറവിടം അത് പിതാവിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടു വന്ന ദൈവത്തിന്റെ വചനമത്രേ. Hallelujah. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ മിഷൻ മന്ത്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈയോടുകൂടെ നമ്മൾ അവസാനിക്കുകയാണ്. എല്ലാവരും പ്ലാൻ ചെയ്യണം. നമുക്കൊന്നിച്ച് ടി വി പ്രോഗ്രാമിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും, സ്റ്റുഡിയോയ്ക്കും, നമ്മുടെ റിട്രൈവിംഗ് സിസ്റ്റം, ക്യാമറാസ് എല്ലാത്തിനും വേണ്ടി നമുക്കൊന്നിച്ച് കരങ്ങൾ കോർക്കാം. അനേകരുടെ വിടുതലായിത്തീരും. ഇന്ന് നമ്മൾ കണ്ട അത്ഭുത സാക്ഷ്യം പോലെ എത്രയോ ഭവനങ്ങൾ ഇനിയും വിടുവിക്കപ്പെടുവാൻ ഇരിക്കുന്നു. ഈ സുവിശേഷത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. ഈ മിഷൻ മന്ത്സിൻ്റെ കാര്യങ്ങൾക്ക് ഉള്ള നമ്പറും നിങ്ങൾക്ക് സ്ക്രീനിൽ ലഭ്യമാണ്. ആ നമ്പറിൽ വിളിക്കണം. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9473566682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. Paul in his letter to the book of Galatians, ഗലാത്യർക്ക് പൗലോസ് എഴുതിയ ലേഖനത്തിൽ Galatians chapter 1, ഗലാത്യ ലേഖനം 1-ാം അധ്യായം he says like this. താൻ ഇപ്രകാരം പറയുന്നു. Hallelujah. ഹല്ലേലൂയ. Grace unto you and peace be multiplied. നിങ്ങളുടെ മേൽ കൃപയും സമാധാനവും പെരുകി വരുമാറാകട്ടെ. You can read from verse 3. 3-ാം വാക്യം തൊട്ട്. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. Hallelujah. ഹല്ലേലൂയ. That you may understand that grace. നിങ്ങൾ തിരിച്ചറിയണം കൃപ. And then he says, തുടർന്ന് പറയുകയാണ്, this is the grace that gives you peace. ഈ കൃപയാണ് നിങ്ങൾക്ക് സമാധാനം തരുന്നത്. Peace that surpasses all understanding. സകല ബുദ്ധിയെയും കവിയുന്നതായ സമാധാനം. What is the peace that surpasses all understanding? എന്താണ് ബുദ്ധിയെ കവിയുന്ന സമാധാനം? Peace that is not attached to circumstances. സാഹചര്യങ്ങളോട് കൊളുത്തപ്പെട്ട ചേർത്ത് നിൽക്കുന്ന സമാധാനമല്ല. Even in the prison, Paul and Silas are there, bound in chains, but their dancing and rejoicing has not stopped. ബന്ധനത്തിൽ കിടക്കുന്ന സമയത്തും പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന് നമ്മൾ കാണുന്നു. Because you can read it in Philippians when people ask, what is the problem that you are in jail? ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ കാണുന്നു, ജനം ചോദിക്കുകയാണ്, നിങ്ങൾ ജയിലിലാകാൻ കാരണം എന്താണ്? He says this is for the furtherance of the gospel. അത് അപ്പോൾ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു, സുവിശേഷത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. Meaning to say they understand grace means everything that is happening in our life, because Jesus is my Lord, it is going to be perfected, it is going to be blessed. I cannot be a failure in Jesus Christ. കൃപയെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും, യേശു എനിക്ക് വേണ്ടി ഉണ്ട്, ഞാൻ ഒരിക്കലും തോറ്റുപോകയില്ല, ഇതെന്റെ നന്മയ്ക്കും അനുഗ്രഹത്തിനും മാത്രമായി മാറും. The gospel is സുവിശേഷം എന്നാൽ that I have been made righteous. ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. That is why in Galatians Paul says, അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, who gave himself for our sins, നമ്മുടെ പാപങ്ങൾക്കായി അവൻ തന്നെത്താൻ ഏൽപ്പിക്കപ്പെട്ടു. and through that അതിൽ കൂടെ two things have happened. രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. He might deliver us from this present evil age, നമ്മുടെ ഈ ലോകത്തിൽ നിന്ന്, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്, which means every circumstance that brings evil unto you is removed, because all the sins are removed and righteousness is imputed on you. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ മേലുള്ള സകല പാപങ്ങളും സകല ദോഷങ്ങളും നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടുന്നു, അത് കൂടാതെ ദൈവത്തിന്റെ നീതി നിങ്ങളിലേക്ക് അർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. Hallelujah. Hallelujah. Then he says, തുടർന്ന് താൻ പറയുകയാണ്, I marvel that you are turning away so soon from him who called you in the grace of Christ to a different gospel. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. Another gospel meaning which is
do something more to please God. മറ്റൊരു സുവിശേഷം എന്നാൽ നീ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് നീ അത്യധ്വാനം ചെയ്യുക എന്നത്രേ. ഇനിയും കുറച്ചുകൂടെ എന്തെങ്കിലും ചെയ്യണം. ആമേൻ. Hallelujah. Hallelujah. Paul is saying it is complete. പൗലോസ് പറയുക അത് തികച്ചിരിക്കുന്നു, പൂർണ്ണമായിരിക്കുന്നു. There is no other good news than the good news of grace. ഓ കൃപയുടെ സുവിശേഷത്തെക്കാൾ വലിയൊരു സുവിശേഷം വേറെ ഇല്ല. That is why he is saying അതുകൊണ്ടത്ര താൻ പറയുന്നു that you were turning away from him and also called you in the grace of Christ to a different gospel. നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നുവല്ലോ. Hallelujah. Hallelujah. Then he says, തുടർന്ന് താൻ പറയുകയാണ്, even if we or an angel from heaven preach any other gospel to you than what we have preached, let him be accursed. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. As we have said before, now I say again, if anyone preaches any other gospel to you than what you have received, let him be accursed. A double curse on everyone who is preaching up anything which is law and not grace. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. രണ്ട് തവണ ശാപം പറയുകയാണ്. Hallelujah. Hallelujah. Because this gospel of grace which is free upon us, it is not really free. Heaven invested his own son, shed his own blood, tore his own body that you and me may be totally free. ഈ കൃപയുടെ സുവിശേഷം നമ്മുടെ മേൽ അർപ്പിക്കപ്പെട്ടിരിക്കുകയാ. അത് സൗജന്യമായി നൽകിയത് കൊണ്ട് അത് വിലയില്ലാത്തതല്ല. സ്വർഗം തന്റെ ഓമന കുമാരനെ വിലയായി കൊടുത്ത് മറുവിലയായി കൊടുത്ത് സമ്പാദിച്ച കൃപയത്രേ. The good news is that what I had to be torn away, that what I had to be suffering, what I have to be tormented, Jesus took it upon him and set me free. സുവിശേഷം എന്നാൽ ഞാൻ കീറപ്പെടേണ്ടടത്ത്, ഞാൻ ചീന്തപ്പെടേണ്ടടത്ത്, ഞാൻ തകർക്കപ്പെടേണ്ടടത്ത് യേശു കർത്താവ് തകർക്കപ്പെട്ട് നിങ്ങൾക്ക് ആ വിടുതൽ സൗജന്യമായി തന്നിരിക്കുന്നു. The goodness is അതിന്റെ നന്മ ഇതാണ്, that the fear of judgment has been removed from me. ന്യായവിധിയുടെ ഭയം എന്റെ ഉള്ളിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. The fear of bad things has been removed from me. തെറ്റായ കാര്യങ്ങളെ കുറിച്ചുള്ള ഭയം എന്റെ ഉള്ളിൽ നിന്ന് മാറിയിരിക്കുന്നു. Because I know and I know കാരണം എനിക്ക് നന്നായിട്ട് അറിയാം that everything that I had to suffer, he has suffered and set me free and has said, by grace come to the boldly to the throne of grace. എന്നിട്ട് ഞാൻ സകലതും അനുഭവിക്കേണ്ടടുത്ത്, ഞാൻ കഷ്ടത അനുഭവിക്കേണ്ടടുത്ത് അവൻ അത് മുഴുവൻ ഏറ്റെടുത്ത് നമ്മെ സൗജന്യമായി സ്വതന്ത്രമാക്കി വിട്ടിട്ട് ആ കൃപാസിംഹാസനത്തിന് മുമ്പിൽ ധൈര്യത്തോടെ കടന്നു ചെല്ലുവാനുള്ള തന്റെ ഇടം അവൻ നമുക്ക് നൽകി തന്നു. Everyone who has believed in Jesus Christ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുമേ, if you really have believed Jesus died and rose up from you, യേശു കർത്താവ് വാസ്തവമായി മരിച്ചു നിനക്കായി ഉയർത്തെഴുന്നേറ്റുവെന്ന് നീ if you വിശ്വസിക്കുന്നുവെങ്കിൽ, really believe it, നീ അത് വാസ്തവമായി if you വിശ്വസിക്കുന്നുവെങ്കിൽ, really believe it, വാസ്തവമായി നീ അത് if you വിശ്വസിക്കുന്നുവെങ്കിൽ, really believe നീ it, അത് വിശ്വസിക്കുന്നുവെങ്കിൽ, I want to assure you, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, every good thing will follow you. സകല നന്മയും നിന്റെ പിന്നാലെ വരും. You are in the blessing zone. നീ അനുഗ്രഹത്തിന്റെ പാതയിലത്രേ. Nothing can stop it. നിന്നെ തടയുവാൻ ആർക്കും കഴിയില്ല. You are blessed. നീ You അനുഗ്രഹിക്കപ്പെട്ടവൻ. will increase. നീ സമാധാനത്തിൽ ജീവിക്കും. You will increase. നീ ഉയർച്ച തന്നെ പ്രാപിക്കും. Every area of your life. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വർധനവുണ്ടാകും. Not by your work but by grace. നിന്റെ പ്രവൃത്തി കൊണ്ടല്ല, കൃപ കൊണ്ടത്രേ. Grace. കൃപ, Grace. കൃപ, Grace. കൃപ, Grace. കൃപ. Grace of Jesus Christ. യേശുക്രിസ്തുവിന്റെ കൃപ. Hallelujah. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു അത്ഭുതം ചെയ്യുവാൻ മതിയായവൻ. അവൻ്റെ പേര് തന്നെ അത്ഭുത മന്ത്രി എന്നാണ്. തന്നിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും അവിടുന്ന് നിരാശയോടെ മടക്കി വിടത്തില്ല. ഏത് രോഗിയാണെങ്കിലും, എത്ര വലിയ രോഗമാണെങ്കിലും, ഡോക്ടർമാർ മുഴുവൻ കൈവിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞതാണെങ്കിലും യേശുവിൻ്റെ അരികിൽ വന്നാൽ വിടുതലുണ്ട്. നമ്മൾ അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഇന്നും അത്ഭുത സാക്ഷി ആകുവാൻ നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുക. ഇന്ന് നിങ്ങളുടെ രോഗം ചിലപ്പോൾ ഡോക്ടർമാർ കൈവിട്ടതായിരിക്കും. എനിക്കറിയാം, ക്യാൻസർ മൂലം ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട്, ശരീരത്തിൽ കുരുക്കളായിട്ട് പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്, സ്കിൻ ക്യാൻസർ വന്ന് ഭാരപ്പെടുന്ന ഒരാളെ കർത്താവ് കാണിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം, ഇന്ന് യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുക. ആ സ്കിൻ അലർജി, സ്കിൻ ക്യാൻസർ, സോറിയാസിസ് എന്നിവ മൂലം പ്രയാസപ്പെടുന്ന പലര് എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം തരും.
വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ യേശു നിങ്ങളെ സൗഖ്യമാക്കും. ആ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ, ആ തലകളെ ഒന്ന് വണക്കിയാട്ടെ. നമുക്ക് ആ ദൈവസന്നിധിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. പ്രിയ പിതാവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെടുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സ്കിൻ ക്യാൻസറിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ആ രോഗിയെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. പുതിയ സ്കിൻ അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ. സോറിയാസിസ്, ആ സ്കിൻ അലർജി എല്ലാം ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. പൂർണ്ണമായ സൗഖ്യം ഈ നിമിഷം തന്നെ വെളിപ്പെട്ട് വരട്ടെ കർത്താവെ. പുതിയ സ്കിൻ അവിടെ ഈ നിമിഷം തന്നെ അവർ വെളിപ്പെട്ട് കാണുവാനിടയാകട്ടെ. കൂടാതെ ശാരീരികമായ വേദനകൾ വിട്ടുമാറട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ. അതുപോലെ ആ ലിവർ സിറോസിസിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിച്ച് പുറത്താക്കുന്നു. പൂർണ്ണമായ സൗഖ്യം. അതുപോലെ ലിവർ ക്യാൻസറിനെ ഞാൻ ശാസിക്കുന്നു, സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ ആ കണ്ണുകൾ തുറന്നു വരട്ടെ. യേശു ക്രിസ്തു കാൽവറിയിലേറ്റ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഈ നിമിഷം തന്നെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി, സൗഖ്യമാക്കിയതിനായി സ്തോത്രം. എല്ലാം എൻ്റെ യേശുവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടേണ്ടതിനായി തന്നെ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ആ സ്കിന്നിൻ്റെ നിറം മാറി അത് പുതിയ സ്കിൻ അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ആ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ സാക്ഷികൾ ഞങ്ങളെ വിളിച്ചറിയിക്കുവാൻ മടിക്കരുത്, മറക്കരുത്. താഴെ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഇപ്പോൾ തന്നെ വിളിച്ചാട്ടെ. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ സഹായം വേണമെങ്കിൽ ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാം, ഏത് സമയത്തും വിളിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായിട്ട് ഞങ്ങളിവിടെ ആയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് വിളിക്കാൻ മടിക്കരുത്. നാളെ നമുക്ക് ഇതേ സമയത്ത് ഇതേ ചാനലിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിൽ ജൂലൈ 10 വെള്ളി. ശുശ്രൂഷ രാവിലെ 10-ന് സെയിൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ പാരിഷ് ഹാൾ, കല്ലുമൂട് ജംഗ്ഷൻ, ചെന്നിത്തല. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ജൂലൈ 11 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് ഐശ്വര്യ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ വീയപുരത്ത് ജൂലൈ 31 വെള്ളി. ആതിര DD ഓഡിറ്റോറിയം. ശുശ്രൂഷകൾ രാവിലെ 10-ന്. से देखो आते हैं बहते हुए खून की धार, क्रूज से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा।